ചില വലിയ വിവരമുള്ള ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ ശരിയാണ് എന്ന് നമുക്ക് തോന്നിയിട്ട് അങ്ങനെ തോന്നുമ്പോൾ എനിക്കത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം, നിങ്ങൾക്കത് ഉപയോഗപ്രദമാവും എന്നൊരു തോട്ട് വരും കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ വീഡിയോയിലുള്ളത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആളുകൾ നമ്മളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു വാല്യൂ കിട്ടണമല്ലോ അല്ലേ. നമ്മൾ മനുഷ്യന്മാരാണ്. മനുഷ്യർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എന്താ പറയുക, വില പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ താന്നു പോകുന്നത് അതൊക്കെ വല്ലാത്തൊരു വിഷമമാണല്ലേ. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട 12 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. സിമ്പിളാണ്, ഞാൻ പെട്ടെന്ന് പറയും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഫസ്റ്റ് വൺ, അല്പം മാത്രം സംസാരിക്കുക. അനാവശ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് അത്ര വലിയ സ്വീകാര്യതയൊന്നും കിട്ടില്ല. പറ്റില്ല എന്ന് പറയാൻ പഠിക്കുക. എനിക്ക് പറ്റുന്നൊരു കാര്യം കേട്ടോ. ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാൻ എൻ്റെ ഉത്തരവാദിത്തം പോലെ ഞാൻ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങോട്ട് കയറി ചെയ്തു കൊടുക്കും. പിന്നീട് മനസ്സിലാക്കുക അവർക്ക് അത് അത്രമാത്രം വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷേ അവർ അതിന് അത്ര വില നമുക്ക് തരുള്ളൂ. അപ്പം നമ്മൾ അനാവശ്യമായിട്ട് എന്താ പറയുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെ സമയവും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പറ്റാത്ത കാര്യമാണ് ഈ പറ്റില്ല എന്ന് പറയാം. അല്ലെങ്കിൽ അവർക്ക് വേറെ ഈസി ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. എന്നാലും നമ്മളെ എഫേർട്ട് എടുത്ത് അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളെ സമാധാനത്തിനെ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിനെ എഫക്റ്റ് ചെയ്ത് കണ്ട് മറ്റൊരാൾക്കൊരു സഹായം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യത്തിൽ. പെട്ടെന്ന് മറുപടി കൊടുക്കാതിരിക്കുക. അതെ, ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ഓക്കെ ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കണ്ട, മറുപടി കൊടുക്കരുത്. ആദ്യം ഞാനൊന്ന് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ വീട്ടുകാരായിട്ടൊന്ന് ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് സമയം എടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചിന്തിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് നല്ലതാണോ നല്ലതല്ലേ എന്നൊക്കെ ചിന്തിക്കാൻ കുറച്ച് സമയം കിട്ടും അല്ലേ. അപ്പോൾ അപ്പോൾ എപ്പോഴും പെട്ടെന്നൊരു കാര്യത്തിനും നമ്മൾ വാക്ക് കൊടുക്കാതിരിക്കുക, മറുപടി കൊടുക്കാതിരിക്കുക കേട്ടോ. ആലോചിച്ച് മാത്രം തീരുമാനിക്കുക. അതെ, എടുത്തു ചാടിയാണ്ട് നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും എടുത്തു ചാടി മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യുന്നേക്കാളും എപ്പോഴും ആലോചിക്കാൻ കുറച്ച് സമയം എടുക്കുക. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ആരോടും തർക്കിക്കാൻ നിൽക്കരുത്. അതെ, ഒരു മനുഷ്യനോട് കൈയൊന്നും തർക്കിക്കാതിരിക്കുക. നമ്മൾ തർക്കിച്ച് പോകില്ലേ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ചില സംഭവങ്ങൾ കാണുമ്പോൾ നമ്മളൊക്കെ തർക്കിച്ച് പോകും. പക്ഷേ കയ്യിൽ നിന്ന് തർക്കിക്കാതിരിക്കുക. കാരണം ഒരാളുടെ ചിന്ത, അതിനിപ്പോൾ തർക്കിച്ച് നിങ്ങൾ ജയിച്ചാൽ പോലും അയാളുടെ ചിന്തയെ ഒരു പക്ഷേ നിങ്ങൾക്ക് മാറ്റാൻ പറ്റിക്കോണമെന്നൊന്നുമില്ല. ഒരാളെ നമ്മൾ മാറ്റില്ല, നമ്മളെ തന്നെ മാറാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ അധികം ആരെയും ഉപദേശിക്കാതിരിക്കുക. സത്യമാണ്, ഈ ഉപദേശിക്കാൻ ഭയങ്കര രസമാട്ടോ. നല്ല രസമാണ് ഒരാളിങ്ങനെ ഉപദേശിക്കാൻ. അപ്പോൾ നമ്മളെന്തോ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും. പക്ഷേ ആ ഉപദേശം കേൾക്കുന്ന ആൾക്ക് അത് ഭയങ്കര അത്ര നല്ലൊരു സന്തോഷമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. അപ്പോൾ കഴിയണ ഒരാളെ ഉപദേശിക്കാതെ ഇരിക്കുക. ആരെങ്കിലും ആ ഒരു ഉപദേശം അവർക്ക് അർഹതയാണ്, അത് അവർക്ക് വേണം, അത് കിട്ടിയാലേ അവർ നന്നാവും എന്നൊക്കെ തോന്നുകയാണെങ്കിലൊക്കെ ഉപദേശിക്കാം. അങ്ങനെയല്ല, എവിടെ കയറിയാലും ആരെ കണ്ടാലും കയറി ഉപദേശിക്കുന്ന ചില ആൻറ്റിമാരെയും അമ്മമാരെയൊക്കെ കാണല്ലേ. ജോലിക്ക് എന്താ പോവാത്ത, ചിലപ്പോൾ PSCക്കൊക്കെ പഠിക്കായിരിക്കും. അപ്പോൾ ഒന്ന് ജോലിക്ക് പോയിട്ട് ഇതാക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പല രീതിക്ക് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുക, ഉപദേശിക്കുന്ന രീതിയിൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അത്തരക്കാരെ കണ്ടാൽ പെട്ടെന്ന് എസ്കേപ്പ് ആയുണ്ടോ. പിന്നെ സമ്പന്നരാവാൻ ശ്രമിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. സമ്പത്ത്, പണം ഇതൊക്കെ വേണ്ട എന്നൊക്കെ നമ്മളെ മൈൻഡ് സെറ്റിൽ എവിടെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പണം എന്നൊക്കെ പറഞ്ഞാൽ ആളുകളെ പറ്റിച്ചിട്ടുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ അഴിമതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയൊക്കെയോ ആണ് എന്ന്. പക്ഷേ പണമുള്ളവന് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും. എല്ലാ രീതിക്കും ഹലാലായ രീതിക്ക്, നല്ല രീതിക്ക് പണം ഉണ്ടാക്കുക, മനസ്സിനെ നിരക്കുന്ന രീതിക്ക് പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു റാഹത്താണ്, നല്ലൊരു കാര്യമാണ്. ആക്ച്വലി പണം വേണം, പണം ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുക. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു ശീലമാണ് പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുക. അത് എത്രമാത്രം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമ്മളൊരു ഫിലിം കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വിഷ്വലൈസേഷൻ അതിൽ കാണുന്നതാണ് അല്ലേ. പക്ഷെ ഒരു പുസ്തകത്തിലൂടെ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾക്ക്
ഇപ്പോൾ ഒരു പാടവരമ്പത്തിലൂടെ ഒരു പെൺകുട്ടി നടന്നു വരികയാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇമാജിൻ ചെയ്യാം. ഒരു പുസ്തകത്ത് വായിക്കുമ്പോഴുള്ള പ്രത്യേകത കേട്ടോ, പാടം, അത് ഏത് പാടമായിട്ട് നമുക്ക് കാണാം. ഈ വാഴത്തോപ്പായിട്ട് കാണാം, നെൽപ്പാടായിട്ട് കാണാം. പെൺകുട്ടി നടന്നു വരികയാണ്. ആ പെൺകുട്ടിക്ക് ഏത് ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാം. പട്ടുപാവാട ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റേത് ഫ്രോക്കോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ആ കുട്ടിയുടെ ഹെയർ, അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മളൊരു വീഡിയോസിൽ കാണുക, ഒരു പെൺകുട്ടി നടന്നു വരികയാണ്, ആ ഒരു പാടവരമ്പത്തിലൂടെ നടന്നു വരികയാണ്. അതിൽ കാണുന്ന ആ ഒരു വസ്ത്രം, ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് നമ്മളെ ഇമാജിനേഷൻ പവറിനെ കുറക്കും. അപ്പം പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക, നമ്മളെ ബ്രെയിനെ ഒരുപാട് വളർത്താൻ പറ്റും. ഇപ്പം അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ് പുസ്തകം വായിക്കുക എന്ന്. പിന്നെ ഒരു കഥ വായിക്കാൻ നമുക്ക് ഒരുപാട് സമയമെടുക്കും. ആരെടുത്തും സമയമില്ല, എല്ലാവർക്കും പെട്ടെന്ന് ആശയം കിട്ടണം. പക്ഷെ പുസ്തകം വായിക്കാൻ അത് നമുക്ക് വായിക്കുന്നവർക്കേ ആ ഒരു ഫീല് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പിന്നെ വൃത്തിയായി വസ്ത്രം ധരിക്കുക. വസ്ത്രമൊക്കെ നല്ല വൃത്തിക്ക് ധരിക്കണം കേട്ടോ. കാരണം നമ്മൾ എന്താ പറയുക, ഒരാൾക്ക് നമ്മൾ ഫസ്റ്റായിട്ട് ഒറ്റ നോട്ടത്തിൽ അയാൾക്ക് നമ്മൾ പെർഫെക്റ്റായി തോന്നണേ നമ്മളെ വസ്ത്രം നല്ല വൃത്തി ഉണ്ടായിരിക്കണം. എന്ന് കരുതി നല്ല എക്സ്പെൻസീവ് വസ്ത്രം എന്നല്ല, ഉള്ള വസ്ത്രം വൃത്തിക്ക് ധരിക്കുക പറഞ്ഞാൽ നമുക്ക് ആ ആളെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് തോന്നും അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം. പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക, അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. പെട്ടെന്നിട്ട് നമുക്ക് അപ്പം തോന്നിയ ദേഷ്യത്തിന് നമ്മൾ എടുത്തു ചാടി പറയാതിരിക്കുക, കഴിയുന്നത് മൗനം പാലിക്കുക. എന്നിട്ട് നമ്മൾ ആലോചിച്ചിട്ട് അതിനൊക്കെയുള്ള മറുപടി പറയാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ കേൾക്കാൻ പഠിക്കുക അല്ലേ. എല്ലാവർക്കും പറയാൻ ഇഷ്ടമാണ്, നമ്മളെല്ലാവരും കേൾക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ മറ്റുള്ളവരെ കേൾക്കാനുള്ള കഴിവ് അത് വളരെ കുറച്ച് ആളുകൾക്കേ ഉണ്ടാവുള്ളൂ. ക്ഷമ വേണം, അതിന് നല്ല ക്ഷമ വേണം. ഒരാൾ പറയുമ്പോൾ അയാളെ മനസ്സിരുത്തി സിമ്പതിൻ്റെ അപ്പുറത്ത് എമ്പതറ്റിക്കലായിട്ട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റുക പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഒരാൾ നമ്മളെ കേൾക്കാനുണ്ടാവുക പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അനുഗ്രഹങ്ങളിലൊന്ന് തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുക, സമയമെടുക്കുക, ആലോചിക്കുക, എന്നിട്ട് കൃത്യമായിട്ട് നമ്മളെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കാൻ ശ്രമിക്കുക. കുറ്റം പറയൽ ഉപേക്ഷിക്കുക. നമ്മളിപ്പോൾ ഒരാളെ കാണുകയാണ്, പല ആളുകളും ഉണ്ട് അല്ലേ. ഒരാളെ കാണുമ്പോൾ അടുത്ത ആളെ കുറ്റം പോയിട്ട് പറയും. ഇയാളങ്ങോട്ട് പോയാൽ എന്തായാലും അങ്ങനെ ചിന്തിക്കണം. നമ്മളോട് വന്നിട്ട് ഒരാൾ മറ്റൊരാളുടെ കുറ്റം പറയുമ്പോൾ അയാൾ വേറെ ആളെടുത്ത് പോകുമ്പോൾ നമ്മളെ കുറ്റം പറയും. നമ്മളായിട്ട് സംസാരിക്കും, നമ്മളെ കേട്ടിരിക്കുമ്പോൾ ഒക്കെ അയാൾ നമ്മളെ പറ്റി പഠിക്കുകയാണ്. എന്നിട്ട് നമ്മളെ പറ്റിയിട്ട് അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയും. അപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ കേൾക്കുകയാണെങ്കിൽ കഴിയുന്ന ആ സദസ്സിൽ നിന്ന് ഇറങ്ങി പോവുക. ഈ കുറ്റം പറയാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു വാല്യൂ ഉണ്ടാവാൻ നമ്മൾ കുറ്റം പറയാതിരിക്കുക. വേറെ ആരെങ്കിലും കുറ്റം പറയുന്നത് കേൾക്കുകയാണെങ്കിൽ കഴിയുന്ന അവിടുന്ന് എസ്കേപ്പ് ആവുക. എന്തിനാ വെറുതെ. അപ്പോൾ ഈ ഒരു 12 കാര്യങ്ങളാണ് ഈ ഒരു മെസ്സേജിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാൾ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ പണം വേണം, നല്ല ബിഹേവിയർ വേണം, നല്ല ജോലി വേണം. മറ്റേ പിഷാരടിയൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. നമ്മളൊരാളെ കാണുമ്പോൾ എന്ത് ചെയ്യാന്ന് ചോദിക്കും അല്ലേ. അതെന്തിനാ? അയാളെ എത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരാൾ ഒറ്റ ലുക്കിൽ ചിലപ്പോൾ ആരും റെസ്പെക്റ്റ് ചെയ്യില്ല, കാരണം അയാൾ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയായിരിക്കും. കൂടുതൽ ആഴത്തിൽ അയാളോട് സംസാരിക്കുമ്പോഴായിരിക്കും അയാളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അയാൾ ഇത്രയും നോളജബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലാവുക. അത് വളരെ വൈകിയാണ്. പക്ഷേ അങ്ങനെ ഒരു സംസാരിക്കാനൊരു അവസരമില്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു വാല്യൂ കൊടുക്കാതെ പോകും. നമ്മളാണ് വിചാരിക്കുക, നമ്മൾ നല്ല വസ്ത്രമൊന്നും ധരിക്കാതെ ഒരു പബ്ലിക്കിൽ പോവുക, നന്നായിട്ട് സംസാരിക്കാതെ വളരെ മോശമായിട്ട് സംസാരിക്കുക, ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് മറ്റൊരാളെ പറ്റിയിട്ട് കുറ്റം പറയുക, ഇതൊക്കെ നമ്മുടെ വാല്യൂവിനെ വളരെയധികം താഴോട്ട് വലിക്കും. അപ്പം എല്ലാവർക്കും നല്ല വ്യക്തിത്വങ്ങളാവാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.